ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുട്ട ബിരിയാണിയാണ് കേട്ടോ. മുട്ട ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും, എന്നാലും നമ്മളിത് പൊരിച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണൂർ തലശ്ശേരി സ്റ്റൈലിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറയാം. എനിക്ക് നല്ല പനി, ജലദോഷം, ത്രോട്ട് പെയിൻ എല്ലാം ആയിട്ട് സൗണ്ട് മൊത്തത്തിൽ പോയി കിടക്കാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ചെറുതായിട്ട് ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഉണ്ടാവും, അപ്പോൾ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബിരിയാണിയിലേക്കുള്ള സവാള ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് നമുക്ക് സവാള ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഇതുപോലെ 2 വലിയ ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1/2 kg ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ ഓയിലും നെയ്യും മിക്സ് ആയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ആ ഒരു സവാള ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ 2 സ്പൂൺ നിറയെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നോട് നിങ്ങൾ എപ്പോഴും ചോദിക്കില്ലേ ഏത് നെയ്യ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ ഈ ഒരു നെയ്യാണ് കേട്ടോ, ഈ ഒരു 1/2 kg ആണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഫ്ലേവറും നല്ല മണമൊക്കെയാണ് കേട്ടോ ഈ ഒരു നെയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ചെയ്യാം, നല്ല രുചിയൊക്കെ ഉള്ളത് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും. ഇനി നമുക്കിപ്പോൾ എണ്ണയൊക്കെ മെൽട്ടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് സവാളയാണ്. നമുക്ക് ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 അത്യാവശ്യം വലുപ്പമുള്ള സവാള തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 എണ്ണം വെച്ചതിൽ അതിൽ നേരെ പകുതി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ പകുതി വാട്ടിയിട്ടും പകുതി ഫ്രൈ ആക്കിയിട്ടുമാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടത് എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നെ കളറൊന്നും മാറി വരാൻ തുടങ്ങുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഫ്രൈ ആയതിന് ശേഷം ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ കേട്ടോ നമുക്ക് ദം ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ സവാള മൊത്തത്തിൽ ഞാൻ ഇവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ണിലെ കളറൊക്കെ അത്യാവശ്യം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് ഞാൻ നേരത്തെ കുടഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളും. അതുപോലെ തന്നെ കുറച്ച് കാഷ്യും സൈഡിലായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ദം ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കിതിനൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മുട്ട ബിരിയാണിയാണല്ലോ, അതുകൊണ്ട് തന്നെ മുട്ട ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. മുട്ട ഫ്രൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പുഴുങ്ങിയിട്ട് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇതേ സ്റ്റെപ്പ് തന്നെ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഈ ഒരു പാനിൽ ഇപ്പോൾ അധികം തന്നെ എണ്ണ ഉള്ളത് കൊണ്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് അതിൽ നിന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് അപ്പോൾ എണ്ണ നമുക്ക് ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത്ര കാര്യം വേണ്ട, കുറച്ച് മതിയെങ്കിലേ ആ മസാലയൊക്കെ അതിൽ പിടിച്ചു കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു സൈഡിലേക്ക് വെക്കട്ടെ. എന്നിട്ട് ആ ഒരു പാനിൽ ഒരല്പം മാത്രം എണ്ണ വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 വലിയ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ചൊരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. എല്ലാം കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മുട്ട ഇതിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിവിടെ 12 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ ഇവിടെ ഒന്ന് വര ഇട്ട് കൊടുക്കുമല്ലോ മസാല ഉള്ളിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ വരയും കൂടി ഇട്ടിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. നമ്മുടെ ഈ ഒരു മുളക് പൊടി കാര്യങ്ങളൊക്കെ മുട്ടയിലും കൂടി പിടിച്ചിട്ട് വേണം ഫ്രൈ ആയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കിയിട്ട് മസാലയൊക്കെ മുട്ടയിൽ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കണേ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള എണ്ണയില്ലേ, നെയ്യും ഓയിലും മിക്സ് അത് തന്നെ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ മിക്സ് ആക്കട്ടെ. അപ്പോൾ നമ്മുടെ മുട്ട മസാലയൊക്കെ റെഡിയായി നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം മുട്ട ആയതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്രത്തോളം ഫ്രൈ ആയി കിട്ടണം അതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. ചിലവർക്ക് സോഫ്റ്റ് ആയിട്ടായിരിക്കും വേണ്ടത്, ചിലവർക്ക് കുറച്ചൊന്ന് ഉണങ്ങിയ രീതിക്കായിരിക്കും വേണ്ടത്. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. തിരിച്ചു മറിച്ച് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണേ. നമ്മൾ പാന് പിടിച്ചിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കണേ. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് എടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മുളക് പൊടിയൊക്കെ ഒരു കരിഞ്ഞ പോലെയായിട്ട് പാനിൽ കിടക്കുന്നുണ്ടാവും. അതങ്ങനെ ഓവറായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോരി മാറ്റണേ, അരിപ്പ കോരി വെച്ചിട്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 5 സവാളയിൽ നിന്ന് പകുതിയല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല, ബാക്കി പകുതി മൊത്തത്തിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഈ നെയ്യിൽ തന്നെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലെ മുട്ട ഫ്രൈ ചെയ്തും സവാള ഫ്രൈ ചെയ്ത എണ്ണയല്ലേ ഇത്, അപ്പോൾ അതിൽ തന്നെ നമ്മൾ സവാള ഒന്ന് വാട്ടിയെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലെ അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ വാട്ടിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മുട്ട ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓവർ കരിയാൻ പാടില്ല കേട്ടോ. കരിഞ്ഞ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, നമ്മുടെ മസാലയൊക്കെ മൊത്തത്തിൽ കരിവ് ഫ്ലേവർ വരും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നേരത്തെ ഫ്രൈ ചെയ്ത സമയത്ത് ആ മുളക് പൊടിയൊക്കെ കരിവായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ എടുത്ത് മാറ്റണം കേട്ടോ. ഓവർ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എണ്ണ തന്നെ മാറ്റിക്കളയണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മുടെ സവാള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൊത്തത്തിൽ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 3ഉം കൂടി ഒന്നിച്ച് ചതച്ചതാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണിക്ക് ആയതുകൊണ്ട് തന്നെ ചതച്ച് ചേർക്കുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ, പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണ്ട. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ളത് നോക്കിയിട്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു ഉണ്ട വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചിക്കനിലോ മട്ടനിലോ ബീഫിലോ ചേർക്കുന്ന പോലെ ഇങ്ങനത്തെ ഈ പച്ച മസാലകളൊന്നും ഓവർ ചേർക്കണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഭയങ്കര കുത്തൽ വരും. അതുകൊണ്ട് തന്നെ എല്ലാം കുറച്ച് ചേർത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതും കൂടി വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്തത് നോക്കിയിട്ട് ഒരു 3 തക്കാളി ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിക്കോളും പെട്ടെന്ന് തന്നെ. അങ്ങനെ തക്കാളിയും കൂടി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്ര മാത്രം തന്നെ വാട്ടിയെടുക്കണം, എങ്കിലേ നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, ഉള്ളി കാര്യങ്ങളൊന്നും കാണാൻ പാടില്ല, അത്ര മാത്രം വാടിയെടുക്കണം, എന്നാലും ഇപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ആയതിനു ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും, ഇത് രണ്ടും മാത്രം മതി കേട്ടോ. പൊടികൾ ചേർക്കുന്ന വേറെ ഒന്നും വേണ്ട, കാരണം ഓൾറെഡി നമ്മൾ മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം ചേർത്തയാണ്. പിന്നെ ഞാൻ ഒരു ചെറുനാരക നീരും കൂടി പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സവാളയിൽ നിന്ന് ഒരല്പം അവിടെ വെക്കണേ മാറ്റിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ കാഷ്യൂ ഇല്ലേ അതും കൂടി അവിടെ വെക്കുക, നമുക്ക് ലാസ്റ്റ് ദം ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സെപ്പറേറ്റ് വീണ്ടും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാ ഞാൻ ഇതുപോലെ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറക്കണേ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, കുറച്ച് പുതിനയില ചേർക്കുന്നുണ്ട്. കൂട്ടത്തിൽ മല്ലിയില കുറച്ചധികം ചേർക്കുക കേട്ടോ, ബാക്കി രണ്ടും കുറച്ചായിട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പ് പുളി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്താണോ ആവശ്യത്തിന് വേണ്ട എല്ലാം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഓരോരുത്തരുടേത് ഓരോ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പൊടികളൊക്കെ നമ്മുടെ ഗരം മസാലയൊക്കെ വ്യത്യസ്തമായിരിക്കുമല്ലോ ഓരോ വീട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ ആ ഒരു മുട്ട ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കേണ്ട പരിപാടിയുള്ളൂ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 1-2 മുട്ട മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് ലാസ്റ്റ് ഫോട്ടോ എടുക്കുമ്പോൾ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട്. ബാക്കി മൊത്തത്തിൽ ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഉപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയി കേട്ടോ, ഇനിയിപ്പോൾ ഒന്നും ഇടുന്നില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് റൈസ് വേവിച്ച് വെക്കുക. ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. ഇത് മുട്ട ആയതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിനിടയിൽ ഞാനിവിടെ അരിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൂർ തലശ്ശേരി ബിരിയാണിയൊക്കെ ഈ ഒരു അരി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക, ജീരകശാല റൈസ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 കപ്പാണ്, അതായത് 1 കിലോന് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കുക. ഇനിയിപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് എടുത്തിട്ട് വരാം. കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു അരി കുതിർക്കാതെ തന്നെയാണ് ഈ ഒരു അരി വെക്കുക, നല്ല ടേസ്റ്റാണ്. ഈ ഒരു അരി ആകുമ്പോൾ ബിരിയാണിക്ക് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും, നല്ല ഫ്ലേവർ അല്ലേ ഈ ഒരു അരിക്ക്, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഇത് കഴുകി എടുത്തിട്ട് വരാം.
അപ്പോൾ നമുക്കിനി ബിരിയാണി റൈസ് വെക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇതാ ഈ ഒരു പാനിലേക്ക് ഞാൻ ആവശ്യത്തിനനുസരിച്ചുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ ഒഴിക്കുക. പിന്നെ നമ്മൾ 6 kg കൂടി ഒഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നെയ്യിൻ്റെ അളവ് പിന്നെ കറക്റ്റ് പറയാറുണ്ട്. ബിരിയാണി ഒക്കെ വെക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലത്തെ 2 വലിയ സ്പൂണ് 6 kg കൂടി ഒഴിച്ച് കൊടുക്കും. നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇത് എണ്ണയൊക്കെ ഒന്ന് മെൽട്ടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കുഞ്ഞു സവാളയുടെ പകുതി സവാള ഇതുപോലെ നേരതായിട്ട് നീളത്തിൽ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടണം മാത്രം. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം ഞാൻ 2 പീസ് പട്ടയും ഒരു 3-4 ഏലക്കായും ഒരു 5-6 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പച്ചവെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ 5 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 10 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പിന് ഡബിളാണ് 2 കപ്പ് എന്നാണ്. പിന്നെ ചിലവർ പറയുന്നേക്കാം ചില അരിക്ക് 1.5 ഗ്ലാസ് മതി, 1.5 കപ്പ് മതി എന്നൊക്കെ. അങ്ങനെയാണ് നോക്കിയിട്ട് ചെയ്യട്ടെ. നിങ്ങളെപ്പോഴും വാങ്ങുന്ന അരി ആയിരിക്കുമല്ലോ, അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതാ പിന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബിരിയാണി റൈസ് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഉപ്പ് ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എങ്കിലേ അരി ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഒരു ചെറുനാരങ്ങ നീരും കൂടി ഇതുപോലെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചോറൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കില്ല കേട്ടോ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള വെള്ളയില്ല അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ അരി കുതിർക്കാതെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒട്ടും ഇല്ലാതെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് കിട്ടിക്കോളും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യട്ടെ. എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒന്ന് വറ്റുന്നവരെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം മാത്രം ഫ്ലെയിം കുറച്ച് വെക്കുക. റൈസ് പിന്നെ എല്ലാവർക്കും വെക്കാൻ അറിയുന്ന തന്നെ ആയിരിക്കും അല്ലേ. എന്നാൽ ഞാൻ ജസ്റ്റ് ബിഗ്നസ് ഉണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതങ്ങനെ കുറച്ച് ടൈം കഴിയുമ്പം തന്നെ നമ്മുടെ വെള്ളമൊക്കെ ഇതുപോലെ വറ്റിയിട്ട് വരും. അപ്പോൾ മുകൾ ഭാഗം കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് ആകുന്ന ടൈമിൽ ഒന്ന് ഇളക്കിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മുകളിൽ ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് വെള്ളം വറ്റിക്കുക എന്ന് പറയുമ്പോൾ ഓവർ ആദ്യം തന്നെ അങ്ങനെ ഡ്രൈ ആക്കി എടുക്കരുത് കേട്ടോ. കുറച്ച് വെള്ളത്തിന് കണ്ടന്റ് നിങ്ങൾക്ക് ഈ റൈസ് കാണുന്നുണ്ടല്ലോ, ആ ഒരു രീതിക്ക് എന്തായാലും നിൽക്കണേ. എങ്കിലേ ബാക്കിയുള്ളത് അരി മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ തന്നെ വേവുള്ളൂ. അങ്ങനെ നമ്മുടെ റൈസ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദം ചെയ്യേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇനി ദം ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ, അതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് ഇളക്കി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ മസാല കണ്ടില്ലേ, അഥവാ ചൂട് തണുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണേ നമ്മുടെ മസാല. നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് എപ്പോഴും മസാലയ്ക്കും റൈസിനും ഒരേ രീതിക്കുള്ള ചൂടുണ്ടായിരിക്കണം കേട്ടോ. ഒരേ ലെവലിലെങ്കിൽ പെട്ടെന്ന് തന്നെ ദമ്മായിട്ട് കിട്ടും. എന്നാൽ ടേസ്റ്റും നല്ലൊരു എക്സ്ട്രാ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ, പെട്ടെന്ന് ഒരേ രീതിക്ക് തന്നെ അങ്ങനെ ദമ്മായി കിട്ടുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ലെയറായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ലെയറായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നേരെ പകുതി ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി പാലിൽ കലക്കി വെച്ചതായിരുന്നു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതും അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പച്ചവെള്ളത്തിലോ ചെറുനാരങ്ങ നീരിലോ ഏതിലും കലക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗരം മസാല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്തത് നമ്മൾ നേരത്തെ ഫസ്റ്റ് വറുത്ത് വെച്ചില്ലേ സവാളയും കാഷ്യും അതും കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചിലവർക്ക് ഓവർ ഇടുന്ന ഇഷ്ടം ഉണ്ടാവും, അത് നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ഭംഗിക്കും നല്ലൊരു ചെറിയൊരു ദം പൊട്ടിക്കുമ്പോൾ നല്ലൊരു മണവും ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേ സ്റ്റെപ്പിനെ നമുക്ക് സെക്കൻഡ് ലെയറായിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കാണിക്കണ്ടല്ലോ, ഇനി ബാക്കിയുള്ള ചോറ് മൊത്തത്തിൽ അടുത്ത ലെയറിൽ വെച്ചിട്ട് ഈ എല്ലാ കാര്യങ്ങളും അതിലും ചെയ്യാം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ലെയർ ഇതുപോലെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് നെയ്യ് ഇതുപോലെ മുകളിൽ അവിടെ ഇവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ദം പൊട്ടിക്കുമ്പോൾ നല്ലൊരു മണമോ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അത് നിർബന്ധമായിട്ട് ചെയ്യുക, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ടൈറ്റായിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ദമ്മിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ ഏറ്റവും ചെറിയ തീയിലാക്കിയിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് പിന്നെ വീണ്ടും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തന്നെ അത് ദം പൊട്ടിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം സമയമുണ്ട് അതിനനുസരിച്ച് വെക്കും തോറും ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. ദമ്മിലിരിക്കും നമ്മുടെ ടേസ്റ്റിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ നിങ്ങളെ സമയം പോലെ ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ട പൊരിച്ച ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയല്ല, പെട്ടെന്ന് തന്നെ. ഇപ്പം പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് മീനൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഉച്ചക്കെല്ലാം ഒന്ന് ഇതുപോലെ അങ്ങ് ആക്കിക്കോ കേട്ടോ. പണിയും ഇല്ല, എണ്ണ കുറച്ചിട്ടാക്കി കഴിഞ്ഞാൽ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിനി ഇതിപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ദം പൊട്ടിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കണ്ണൂർ തലശ്ശേരി ബിരിയാണിയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ചോറ് ദം സെപ്പറേറ്റ് പൊട്ടിച്ചിങ്ങെടുക്കും, എല്ലാം കൂടി അങ്ങനെ മന്തി ചെയ്യുന്ന പോലെ മിക്സ് ആക്കൂല കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചിലവർക്കൊക്കെ സംശയമുണ്ട് നെയ്ച്ചോറ് വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബിരിയാണി ദം പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ടേസ്റ്റ് കുറയുമെന്നുള്ളത്. പക്ഷേ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യുന്നേ വേണം. ചിക്കനോ ബീഫോ മട്ടനോ മുട്ടയോ നമ്മുടെ ഈ ഒരു സ്റ്റൈലിൽ ഇതുവരെ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് പറ ഫീഡ്ബാക്ക്. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. കണ്ടില്ലേ നിങ്ങൾ ചോറിൻ്റെ ചെറിയൊരു കളർ മാറ്റം കണ്ടില്ലേ? ആ മസാലയുടെ ഗ്രേവി ദമ്മായി വന്നതിന് ശേഷം ചോറിൽ തട്ടുന്നതാണ് കേട്ടോ. ആ ഒരു ഫ്ലേവറൊക്കെ, അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്